ഇയാള് പറയുന്നു ഈ മാലയും മൗലിയൊക്കെ കള്ളക്കഥയാണ്, അതുകൊണ്ടാണ് ഞാൻ മുജാഹിദായത്. നിങ്ങൾ ചെല്ലണ്ടെന്ന് വെച്ചാ പറ മുജാഹിദാണോ? കള്ളക്കഥയാണ് ഇതിനെ വെക്കുക. നിങ്ങൾ മുജാഹിദാണോ? എന്നാ നിങ്ങളെ മൗലവിമാരെ മാലയൊക്കെ സഹിയായ ഹദീസാ? ഞാൻ ചെല്ല ഒരു മാല, മൗലവിന്റെ മാല സഹിയായ ഹദീസ് കൊണ്ട് തെളിയിക്കണേ മൗലവി. സ്വർഗത്തിലേക്കു കോതിച്ച് ചേതന വേദന ശാന്തിതൻ സായോജമകുവാൻ മൗലവിന്റെ മാലയാ പ്രസിദ്ധീകരിച്ചല്ലേ അൽ ഇസ്ലാഹിലി. എന്താപ്പോ ഉമർ മൗലവി സ്വർഗത്തിലേക്ക് കുതിക്കുന്നു, മറ്റുള്ള മൗലവിമാരൊക്കെ വീഡിയോ ക്യാമറ എടുത്തിങ്ങനെ നിൽക്കുന്നു ഉമർ മൗലവിന്റെ കുതിക്കൽ കാണാൻ. സഹിഹ് ഹദീസിലുണ്ടോ മൗലവി? ഖുർആനിലായിരിക്കുള്ളത് അല്ലേ? സ്വർഗത്തിലേക്കു കോതിച്ച് ചേതന. എന്നിട്ട് ഇതിലെന്താ പറയുന്നത്? ഉമർ മൗലവി മരിച്ചതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാന്ന് പോലും. ഭയങ്കരം തന്നെ. കണ്ണുനീരൊട്ടിയിട്ടൊട്ടാകെ പുല്ല് പൊടിച്ചുപോയി, പുല്ല് മുളച്ചുപോയി. കേട്ടോളി. കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ. മൗലവിനോട് പറയാൻ നിനക്കൊരു രണ്ടാമനില്ലാത്തതുകൊണ്ട് കേരള മക്കൾക്ക് അറിയാണ്. കാരണം അയാളെപ്പോലെ ആയത്തിന്റെ അർത്ഥം കക്കാൻ പറ്റുന്ന വേറൊരു മൗലവിനെ കിട്ടണ്ടേ. പിന്നെ പറയുന്നത് എന്താണ്? ഉമർ മൗലവി പഠിച്ചവനാണ്, കേരളം ഉണ്ടാക്കിയെന്ന മൂപ്പരാണ്. കേട്ടോളി. പരശുരാമൻ മെഴുകുതിരിട്ടാ കേരളം ഉണ്ടായെന്ന് ഒരു അന്ധവിശ്വാസമുണ്ട്. അതിന് ഇതിൽ പറയാണ് അങ്ങനെയൊന്നല്ല, ഉമർ മൗലവി ഉണ്ടാക്കിയാണ്. പരശുരാമന്റേതു കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരോ. ഗുരോ എന്ന് മരിച്ചുപോയ മൗലവിനെയും വിളിക്കുന്നത് ശൈഖേന്ന് അതിന്റെ മാന. ഇത് സഹിഹ് ഹദീസാ മൗലവി? ഇത് പച്ചക്കള്ളമല്ലേ? സ്വർഗത്തിലേക്ക് ഉമർ മൗലവി കുതിച്ചു. നല്ല കുതിക്കല. മുഹമ്മദ് നബി അള്ളാഹ്ക്ക് ഭയപ്പെടാത്ത ആളാന്ന് തന്നെ മൗലവി കുതിക്കുന്നു സ്വർഗത്തിലേക്ക്. പിന്നെ എന്താണ്? പിന്നെ മൗലിദ്, ഉമർ മൗലവിന്റെ മൗലിദ് രണ്ടൂട്ടരും രണ്ട് മുജാഹിദും കൂടിയുള്ളതാ. ആദ്യത്തെ മൗലവി ഹദീസ കാന ശൈഖ് ഉമർ അഹ്മദ് മലൈബാരി ദാഇയതൻ കബീറൻ സഹയാതിഹി ലിഖിദ്മത്തിദ്ദീൻ. മൗലിദ് അത്തൗഹീദിൽ വന്നതാ. അത് ഓർമ്മകളിലൂടെ തന്നെ ബുക്കിലുണ്ട്. രണ്ടാളും ഇറക്കിയതായത് മൗലിദ്. ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇത് വേറെ ബുക്കിലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്തിന്? ഇതിന് മൗലിദ് ഇങ്ങനെ ഓതാനേ. എന്നിട്ട് പിന്നെ ഉമർ മൗലവിനെ പറ്റി ബൈത്ത് ഇതാ ഓർമ്മകളിലൂടെ തന്നെ ബുക്ക്. ബൈത്ത് ഉമർ മൗലവിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചെല്ലിയാണ്. മാകൊന്തു ആമുലൂരി ഹിനതം മിൻ ദാരി മിൻ ബഅദി മർകബി കല്ലഖീരി മദാരി. മൗലായ ചൊല്ലണ്ട. എന്നിട്ട് പിന്നെ ഉമർ മൗലവിനെ വിളിച്ചിട്ട് ഉമർ മൗലവിയോട് പിന്നെ ഇങ്ങനെ പറയാണ്. എന്താ പറയുന്നത്? ഉമർ മൗലവി ഇബ്രാഹിം നബിനെ പോലത്തെ ആളാണ്. ചുരുങ്ങിയ ആളൊന്നല്ലോ, ഒലുഹിയ്യ തറക്കേണ്ടി വരും ചിലപ്പോ മൂപ്പര വകയിൽ. കേട്ടോളി. അസ്ലം തലിർറഹ്മാനി മിസ്ല ഖലീലിഹി ലിതകൂന ഫീനാ ഉമ്മത്തൽ അഹ്റാരി. ഓ മിസില ഖലീലിഹി, അള്ളാന്റെ ഖലീലായ ഇബ്രാഹിം നബിനെ പോലത്തെ ആളാണ് നിങ്ങൾ. പിന്നെ പറയുന്നു. പിന്നെ മൗലവിനെ വിളിച്ചിട്ട് പിന്നെ ദുആയ യമന്നലൂദു ബിഹി മിനൽ വാലി തവർരിഅൻ നദ്നു മിനൽ ഖഖാരി. ഖഖാറായ പടച്ചവനിലേക്ക് അടുക്കാൻ ഞാൻ അഭയം തേടുന്ന മൗലവി സാഹിബേന. പിന്നെ മൗലവിനെ വിളിച്ച് പ്രാർത്ഥനയാണ്. എന്റെ പിന്നെ മൗലവിനോട് ബേജാറായവന്റെ പ്രാർത്ഥന ഞാനിതാ മൗലവി നിങ്ങളെ പ്രാർത്ഥിക്കുന്നു. പിന്നെ മൗലവിനോട് അല്ലാഹു യജ്മഉന ബിജന്നാതിന്നുല. മൗലവി നിങ്ങൾ നമ്മൾ ഈ അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നല്ല സ്വർഗ്ഗായിരിക്കും രണ്ടാക്കും. അതാണ് നിങ്ങളെ മൗലിദ്. ഈ മൗലിദും മാലയും ചൊല്ല ആയിരിക്കും നമ്മളെ എന്താ ഈ ചെവിയോ അല്ലേ ബാക്കവിയോ? ഇപ്പോ അങ്ങോട്ട് പോയ മൗലവിക്ക് മൂപ്പർക്ക് അത് ചൊല്ല. മങ്കൂസ് മൗലിദ് പറ്റൂല, നമ്മളെ മൗലിദൊന്നും പറ്റൂല.